രാമോജി ഫിലിം സിറ്റിയിലെ വിസ്മയ ചലച്ചിത്ര കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ശല്യപ്പെടുത്തല്ലേ, ഞാൻ ദുബായിക്ക് പോയിക്കൊണ്ടിരിക്കുക, ഫ്ലൈറ്റിനകത്താണ്. നുണയാണ്. ഇത് രാമോജി ഫിലിം സിറ്റിയിലെ ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയർ സെറ്റാണ്. ഇത് ശരിക്കും പൂർണ്ണമായിട്ടും ഒരു വിമാനത്തിനകത്തുള്ള അവസ്ഥയിലേക്ക് വരും. ഇപ്പോൾ ഇതിൻ്റെ പുതിയൊരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഇതിൻ്റെ റിപ്പയറിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള കറക്ഷൻസ്, ഇതിൽ വെക്കാനുള്ള ചില കാര്യങ്ങൾ, പ്രോപ്പർട്ടീസൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ കളറ്, പുതിയ സെറ്റപ്പൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു വിമാനത്തിൻ്റെ ഇൻറ്റീരിയറാണ്. ഒരു വിമാനത്തിനകത്ത് ശരിക്കും ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം സുഖമായിട്ട് ഷൂട്ട് ചെയ്തിട്ട് പോകാം. നേരത്തെ നമ്മൾ ട്രെയിൻ കണ്ടു, അതുപോലെ തന്നെ ഇത് വിമാനത്തിൻ്റെ ഇൻറ്റീരിയർ എല്ലാം ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ താഴെ വിമാനത്താവളം താഴെ വേറെ സെറ്റുണ്ട്, ആ സെറ്റിൽ ഷൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ എക്സ്റ്റീരിയർ ഉണ്ട്, അതും ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാം. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് മാത്രം നിങ്ങൾ എയർപോർട്ടിൽ പോയിട്ട് എടുത്താൽ മതി. അതാണ് ഇതിൻ്റെ ഗുണം. ബാഗേജ് ക്യാബിനാണ് അതൊക്കെ, ബാഗേജ് ക്യാബിൻ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡിൽ സീറ്റുകൾ വയ്ക്കും. ഇതൊരു ബോയിങ് വിമാനത്തിൻ്റെ ഇൻറ്റീരിയറാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെറ്റൊക്കെ ഉണ്ട്, AC യുടെ ഡെറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് വന്നത് ഡാർലിംഗ് എന്ന ഫിലിമിനാണ്. സേനേട്ടൻ സംവിധാനം ചെയ്ത ചിത്രം. അതിനുശേഷം പിന്നെ വന്നത് രാജ്യം എന്നൊരു തമിഴ് പടത്തിനാണ്. വിജയൻ സാറിൻ്റെ അനിയനായിട്ടാണ് അതിൽ അഭിനയിച്ചത്. അതിനുശേഷം പിന്നെ പ്രിയൻ സാറിൻ്റെ വെട്ടം, അതിലൊരു ഫ്ലൈറ്റ് സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഗഗനം എന്ന നാഗാർജുനയുടെ ബൈലിംഗ്വൽ ഫിലിമിന് വേണ്ടിയിട്ടിട്ട സെറ്റാണിത്, ഈ എയറോപ്ലെയിൻ. ഈ കഥ നടക്കുന്നത് തിരുപ്പതി എയർപോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ തിരുപ്പതി എയർപോർട്ട് ഏതാണ്ട് കാണാൻ ഇങ്ങനെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. ഇതുപോലെ ഉണ്ടാവും തിരുപ്പതി എയർപോർട്ട്. അതിൻ്റെ തിരുപ്പതി എയർപോർട്ടിൻ്റെ മാതൃകയിൽ ഇട്ട റൺവേയും അവിടെയുള്ള ഒരു വിമാനവുമായിട്ടാണ് ഇത് ചെയ്തത്. ഇതിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ സിനിമയ്ക്ക് വേണ്ടി മാത്രം ഇട്ട സെറ്റാണ്. അതവരിപ്പോൾ കീപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് ഒരു വിമാനത്തിൻ്റെ ആവശ്യം വന്നാൽ ഇവിടെ വന്നിട്ട് ഈ വിമാനം ഷൂട്ട് ചെയ്യാം ബാക്ക് ഡ്രോപ്പിൽ.